പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊണ്ട ശരിയില്ലാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്നൊരു ടോപ്പ് തയ്ക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഈ മെറ്റീരിയലിലാണ്. അപ്പോൾ ലേസൊക്കെ വെച്ചിട്ടാണ് വേണ്ടത്. പിന്നെ കോളറാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു 8 ഇഞ്ചോളമാണ് നെക്കിന് നീളം കൊടുത്തേക്കുന്നത്. ബാക്കിലേക്ക് കോളർ ആയതുകൊണ്ട് തന്നെ ഒരു 1 ഇഞ്ചിൻ്റെ ഇറക്കമേ കൊടുത്തിട്ടുള്ളൂ. ആദ്യം ഷോൾഡർ യോജിപ്പിച്ചു. അതിന് ശേഷം നമ്മൾ ലേസ് വെക്കാനായിട്ടായിരുന്നു. അപ്പോൾ ആ ലേസ് വെച്ചിട്ട് വേണം കോളർ ചെയ്യാനെന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് ബോർഡർ ഇല്ലാത്തൊരു തുണി ആയതുകൊണ്ട് തന്നെ ആ ബോർഡർ എടുത്ത് നമുക്ക് കോളർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ലേസ് വെച്ചാലേ ആ കോളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കി. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ വിയുടെ ചുറ്റിനും ലേസ് ആദ്യം തയ്ച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടി കോളർ പിടിപ്പിക്കുകയാണ് ചെയ്ത് നോക്കിയത്. പക്ഷേ അതിനൊരു പെർഫെക്ഷൻ വന്നില്ല. അതായത് കാണുമ്പോഴത്തേക്ക് കോളർ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ പോയ പോലെ ഇരിക്കും, അല്ല ലേസ് ഒരു വിസിബിലിറ്റി കിട്ടണില്ല, അതിനൊരു ഭംഗി വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ളായിട്ട് അതിനെ അഴിച്ചു മാറ്റിയിട്ട് നമ്മുടെ കോളറിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ ചുറ്റിനും. അതായത് ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും കൂടി യോജിപ്പിച്ച ശേഷം വരുന്ന ആ ഒരു അകലം നമ്മൾ എടുക്കുമല്ലോ. ഫുള്ളായിട്ട് അളന്നെടുത്തപ്പോൾ എനിക്ക് ഏകദേശം 30 ഇഞ്ച് കിട്ടിയായിരുന്നു. അപ്പോൾ 30 ഇഞ്ചിൽ ഞാൻ ഒരു നമ്മുടെ കോളറിലൊക്കെ വെക്കുന്ന ആ സ്റ്റിഫ് വെച്ചിട്ട് നീളത്തിൽ ഒരു 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്ത് ആ തുണിയിൽ മടക്കി അങ്ങനെ തയ്ച്ചെടുത്തു. ആ ഒരു സ്ട്രിപ്പായിട്ട് നീളത്തിൽ തയ്ച്ചെടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ആദ്യമേ ഞാൻ ഈ ലേസ് അങ്ങ് വെച്ച് കൊടുക്കുക ചെയ്തത്. അങ്ങനെ ലേസ് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ തയ്ച്ച് വന്നപ്പോഴത്തേക്ക് അത് കറക്റ്റായി. ഇത്രയും കാര്യം ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനിത് റെക്കോർഡ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതെല്ലാം ഓൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനെടുത്ത് നോക്കുമ്പോഴേക്ക് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് റെക്കോർഡിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ എനിക്കിതിനകത്ത് റെക്കോർഡാക്കാൻ പറ്റിയത്. ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ഒട്ടും സ്പേസ് ഇല്ലായിരുന്നു ഫോണിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെ ഇട്ട് ഒട്ടും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റിഫിൽ അതിൽ വെച്ചതിന് ശേഷം ലേസ് അതിൽ പിടിപ്പിച്ചതിന് ശേഷം ആ കോളറിൽ പിടിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഫുള്ളായിട്ട് കഴുത്തിൽ വെച്ച് പിടിപ്പിച്ചത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കറക്റ്റ് മെഷർമെൻറ്റൊക്കെ വെച്ചിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് പിന്നെ കോളർ ചെയ്ത് വെച്ചത്. കാരണം അവർക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് കാണിച്ചപ്പോൾ ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സ്ലീവ് ചെയ്തേക്കുന്നത് കുറച്ച് ലൂസായിട്ടാണ്. പാകിസ്ഥാനി സ്ലീവ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത്രയും ലൂസ് ആൾക്ക് വേണമെന്ന് പറഞ്ഞില്ല. പക്ഷേ എന്നാലും ഒരു മീഡിയം ലൂസ് ഉണ്ട് അതിനകത്ത്. എന്നാലും ഒരു ട്രെൻഡി ആയിട്ട് കിടക്കത്തക്ക രീതിയിലാണ് ചെയ്തത്. അതിൽ സാധാരണ പോലെ പിടിച്ചിരിക്കുന്ന ഒരു സ്ലീവല്ല, കുറച്ച് ലൂസായിട്ടുള്ള സ്ലീവായിട്ടാണ് ചെയ്തേക്കുന്നത് താഴെ വശത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ അതിൽ ഇതിപ്പിച്ച് കാണിച്ചു തരാം. അതിനകത്ത് കറക്റ്റായിട്ട് അപ്പോൾ കാണാൻ പറ്റുമോ. ഇതിപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ചെയ്യണോണ്ടേ അത് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആവണുണ്ടത്. ട്രൈപോഡിൽ വെച്ചിട്ടല്ല ഇതിപ്പോൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ലുക്ക്. കുറച്ച് ബെൽ സ്ലീവായിട്ട് തന്നെയാണ് താഴെവശം ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ലേസ് സെയിം തന്നെ ഞാൻ സ്ലീവിലും വെച്ചു. പിന്നെ നെക്കിലുള്ള ഹൈലൈറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. തൊണ്ട ശരിയായാലേ എനിക്കിനി അടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.